ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ബ്രെഡ് ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ 5 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. 5 മിനിറ്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ രുചിയുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി തന്നെ ഉണ്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. ഈ പലഹാരം റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരക്കപ്പളവിൽ കടലമാവാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ് വീട്ടിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നല്ലത്, അപ്പോൾ ഓവർ എരിവുണ്ടാവില്ല. പിന്നെ നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ചെറിയൊരു ഫ്ലേവർ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു നുള്ള് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നോർമലായിട്ടുള്ള പച്ചവെള്ളം കുറച്ചായിട്ട് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വിസ്കൊക്കെ വെച്ച് മിക്സ് ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും കേട്ടോ. അപ്പം സാധാ വെള്ളം നിങ്ങൾ ഒന്ന് പൊടിക്കനുസരിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചൊരു കട്ടിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് വെള്ളമായാൽ ശരിയാവില്ല. എന്നാലും കുറച്ചൊരു തിക്കിൽ തന്നെ നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് അതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഒരു സവാള ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഈ മാവിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് മൊത്തമായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ്. നിങ്ങൾക്ക് ബ്രെഡ് വേണമെങ്കിൽ മുഴുവനോടെ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ സവാള വെച്ചിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതുപോലെ ബ്രെഡ് ഒന്ന് പീസാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തുമ്പോൾ നല്ല ഈസിയാണ് അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ ഇത് മൊത്തമായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു ഫോർക്കൊക്കെ വെച്ചിട്ട് നല്ലതുപോലെ കോരിയിട്ട് സ്പൂണൊക്കെ വെച്ചിട്ട് കോരിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഓവർ നല്ല ഷേപ്പില്ലാത്തതാണ് നല്ലത്. സവാളൊക്കെ അവിടെയും ഇവിടെയായിട്ട് കിടക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഭംഗിയുള്ളത്. അപ്പം നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ഇത് 2 സൈഡും ഒന്ന് ക്രിസ്പി ആയിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് പുറമെ നല്ലൊരു ക്രിസ്പിയും ഉള്ളിൽ ബ്രെഡൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവും കേട്ടോ. നമുക്ക് കെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.